സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാർദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാർദ്രേ. അവിടെ നിന്നോട് വ്യക്തമായ കാര്യം പറയാമായിരുന്നു. നമുക്ക് അവനോട് ദേഷ്യമോ വെറുപ്പോ തോന്നില്ല. പക്ഷേ നമ്മളെ അപമാനിച്ചതിന് തുല്യമാണ് അവന്റെ പ്രവൃത്തി എന്ന് ഞാൻ പറയും. എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല പ്രപ്പോസലാണ് വന്നിരിക്കുന്നത്. അവർക്ക് വലിയ താല്പര്യമുണ്ട്. സ്ത്രീജനം അവർക്ക് വിഷയമേ അല്ല. മോളെ മരുമകളായിട്ട് അവർക്ക് കിട്ടിയാ മതി. അരുണിന്റെ സംസാരം ഇഷ്ടായില്ലെന്നാ ഇവള് പറയുന്നേ. എന്താ മോളെ ഇത്? ചില ചെറുപ്പക്കാരെ മനസ്സിലുള്ളത് തുറന്നു പറയും. നിന്നെ പോലെ മൂടി വെച്ച് പെരുമാറാൻ അവർക്കറിയില്ല. ഈ തുറന്നു പറച്ചിൽ നല്ല ക്വാളിറ്റി ആയിട്ടാ എനിക്ക് തോന്നുന്നത്. മനസ്സിലൊരു പെണ്ണിനെ വെച്ചിട്ട് നിന്നോടത് പറയാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അത്? മോളെ, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് പെണ്ണ് ചോദിച്ച അരുൺ, അത് നീ മറക്കരുത്. അവന്റെ വീട്ടുകാരുടെ മനോഭാവം അങ്ങനെ തന്നെയാ. ദേ, ഇതിൽ നിന്നും അച്ഛൻ പിന്മാറില്ല. നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അവരോട് സംസാരിച്ച് നാളെ വിവാഹം ഉറപ്പിച്ചെന്നും വരും. പിന്നെ ഈ വിവാഹ നിശ്ചയമൊന്നും ഉണ്ടാവില്ല. ഉടനെ കല്യാണം ഉണ്ടാവും. നീ അച്ഛനെ അവഗണിച്ചുകൊണ്ടൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അത് എന്റെ വിശ്വാസമാണ്. ഭാരതിക്ക് അങ്ങനെ ഒരു പെണ്ണുമായി ബന്ധമുണ്ടോ? സത്യമാണോ രാജേട്ടാ? നീ അപ്പുണ്ണിയോട് ചോദിച്ചു നോക്ക്. അത് ശരിയായിരിക്കും. ഇല്ലെങ്കിൽ പാറുവിനെ അവൻ ഒഴിവാക്കില്ലല്ലോ. അവളുടെ വാക്കും കേട്ടിരുന്ന ഈ ജന്മം അവളുടെ വിവാഹം നടക്കില്ല. എന്തായാലും ഒഴുക്കിനൊപ്പം മുന്നോട്ട് ഒഴുകി പോയാലേ പറ്റൂ. ഞാൻ തീരുമാനിച്ചതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നീ അവളെ പറഞ്ഞു മനസ്സിലാക്ക. വരണം വരണം, ഇരിക്കണം. അല്ല, അമ്മ ഇവിടെ ഇല്ലേ? നരേന്ദ്രൻ മാമ വന്നിട്ടുണ്ട്. ഓ, അവര് റൂമിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഓ, അത് ശരി. നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ വരും. അരുണേ, അവരോടിക്ക്. നമസ്കാരം. എന്തൊക്കെയുണ്ട് ആർക്കെ വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളുകളായല്ലോ. അതെ അതെ,
ഇപ്പൊ ഒരു വിശേഷം വന്നോണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതെ. രാമനാഥൻ ഇപ്പോ തീർത്ഥാടനത്തിൽ നിന്ന് പോകുന്നില്ലേ? ഓ, അതൊക്കെ ഒരു ഉൾവിളി വരുമ്പോ തോന്നുന്നല്ലേ നരേന്ദ്ര? ആ, ഉൾവിളി വരാനും ഒരു യോഗം വേണം. അല്ല, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നരേട്ടെ സംസാരിക്കേ. എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. ഹേമ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോ എങ്ങനെയാ കാര്യങ്ങള്? ഈ കുട്ടികളുടെ ഗ്രഹനിലകൾ രാമനാഥൻ ഒത്തു നോക്കിയോ? ഞങ്ങൾ നോക്കി, നല്ല പൊരുത്തം കാണുന്നുണ്ട്. അല്ല, ഞാൻ മോളുടെ ഗ്രഹനില അങ്ങോട്ട് അയച്ചിരുന്നു. നിങ്ങൾ നോക്കിയോ? പൊരുത്തമുണ്ട്. അല്ല, പൊരുത്തമുണ്ട്. പയ്യനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ആ സ്ഥിതിക്ക് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചാണ് രാമനാഥൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചോദ്യമൊന്നുമില്ല, അല്ലേ ഹേമേ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിട്ടാലും ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്നാലും ഇത്തരം വിലപേശലിനൊന്നും അമ്പാടിക്കാരില്ല. സ്ത്രീധനമല്ല വലുത്, നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമാമ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കക്ഷിയാ. കഴിക്ക്. അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാവാൻ സംസാരം. കുടിക്ക്. എന്നാ പിന്നെ അടുത്ത നടപടിയിലേക്ക് നമുക്ക് കടക്കാലോ. ഹേമയ്ക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹ നിശ്ചയമായിട്ട് വേണോ അതോ വിവാഹത്തിലേക്ക് നേരിട്ട് കടന്നാൽ മതിയോ? വിവാഹ നിശ്ചയം നടത്തിയിട്ട് വിവാഹം നടത്തുന്നതല്ലേ നല്ലത്, അല്ലേ അമ്മേ? വിവാഹ നിശ്ചയം നടത്തി വെക്കാം, എന്നിട്ട് മതി വിവാഹം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? വളയിടൽ, മോതിരം മാറൽ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ വിവാഹത്തിലേക്ക് കിടക്കാം. അതാ എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങളെന്ത് പറയുന്നു? എന്നാ ഞങ്ങൾക്കതിൽ തടസ്സമൊന്നുമില്ല. നല്ലൊരു വിവാഹ മണ്ഡപവും നല്ലൊരു മുഹൂർത്തം ഒത്തു കിട്ടിയാൽ വിവാഹത്തിന് ഞങ്ങൾ തയ്യാറാണ്. എന്നാ പിന്നെ ഇനി വിവാഹ തീയതി കുറിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ രാമനാഥ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിവാഹത്തിലേക്ക് കിടക്കാം. വിവാഹ നിശ്ചയത്തിലേക്ക് എന്തായാലും പോകണ്ട. നമുക്കെന്നാ പിന്നെ ഇവിടെ വെച്ച് തന്നെ വാക്ക് പറയാം. എന്താ? പിന്നെന്താ? ഒരു നല്ല മുഹൂർത്തം നോക്കി പിന്നീട് കല്യാണം. ഇത്രയും പെട്ടെന്ന് നല്ലൊരു കല്യാണ മണ്ഡപം എവിടെ കിട്ടാനാ? ചിലർക്ക് 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അല്ല, രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടു. പയ്യനും പെണ്ണിന്റെ അച്ഛനും വിവാഹ നിശ്ചയം വേണ്ട, വിവാഹം മതി എന്ന് പറയുന്നു. അല്ല, ഈ വിവാഹ മണ്ഡപം നമുക്ക് പിന്നീട് അന്വേഷിക്കാം. എന്നിട്ട് മുഹൂർത്തം നോക്കിയാൽ പോരെ? നമ്മൾ ഉദ്ദേശിച്ച പോലുള്ളൊരു വിവാഹ മണ്ഡപം കിട്ടാൻ പ്രയാസമാണെങ്കിൽ അതനുസരിച്ചൊരു മുഹൂർത്തം കുറിച്ച് നമുക്കൊരു വിവാഹ നിശ്ചയം നടത്താം. ആ, രാമനാഥൻ ആ പറഞ്ഞത് കറക്റ്റ് പോയിന്റ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആർഭാടപൂർവ്വം വേണം കല്യാണം നടത്താൻ. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അതെ. ഓ, സൗകര്യം കുറഞ്ഞു പോയി, സദ്യ മോശമായി പോയി, അതൊന്നും ആരും പറയരുത്. നല്ല പാർക്കിംഗ് സൗകര്യം വേണം. എന്നിട്ട് മതി മുഹൂർത്തം കുറിക്കൽ. ഓക്കെ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക്. അതൊക്കെ ഞങ്ങൾ വേണ്ട വിധം ചെയ്തോളാം.
ഇവിടെ എന്താ വിശേഷം? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉം. അല്ല, ഇവിടെ എന്താ നടക്കുന്നേ? ഇവരൊക്കെ ആരാ? ഇതെന്റെ മകളാണ് സിതാര. അവളങ്ങ് UK-ലായിരുന്നു. ആ അല്ല, എന്താ അപ്പച്ചി ഇവിടെ? വല്ല ചടങ്ങുവാണോ? നീ ഒന്നും അറിഞ്ഞില്ലേ? അരുണ് ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അച്ഛന്റെ സുഹൃത്തുമാണ് ഇവരൊക്കെ. ഞങ്ങളെ വിവാഹക്കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. നീ അകത്തേക്ക് ചെല്ല്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെയൊരു കാര്യം നടക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ശരി. അല്ല, നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കണ്ടേ? ആദ്യം അമ്മ പറഞ്ഞതുപോലെ ഒരു മണ്ഡപം നോക്കണം. ഈ സിറ്റിയിലെ നല്ലതായിട്ടുള്ള 3 മണ്ഡപങ്ങളേ ഉള്ളൂ. ആദ്യം അതിലെ ഒഴിവ് വെച്ച് തീയതി നോക്കാം. മുഹൂർത്തം കുറിക്കുന്നതിന് മുമ്പ് എന്നെയോ നരേന്ദ്രമാമിയോ വിളിച്ചാൽ മതി. ഞങ്ങളും വരാം. ആ, എന്നാ അങ്ങനെയാവാം. വേറെ സംസാരമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങാനാവുന്നത്. ആ, എന്നാ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി, ഞങ്ങൾ ഇറങ്ങാം. ശരിയാകട്ടെ. വരട്ടെ. ശരി. ആ, ആ. നരേട്ടൻ ഇത്ര ധൃതി പിടിക്കുന്നു ഞാൻ കരുതിയില്ല. ഒരു വിവാഹ നിശ്ചയം നടത്തി വെച്ചാ മതിയായിരുന്നു. എല്ലാം പറഞ്ഞുറപ്പിച്ച് വന്നിട്ട് നരേട്ടൻ എന്താ പെട്ടെന്ന് കളം മാറിയത്? നിന്റെ മോൻ വിവാഹത്തിന് ധൃതി കൂട്ടുമ്പോ പിന്നെ ഞാനെന്താ പറയണ്ടേ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് എത്തിയല്ലോ, നടക്കട്ടെ. എനിക്ക് പിന്നെ വേറെ അഭിപ്രായമൊന്നുമില്ല. എനിക്കൊരു ടെൻഡറിന്റെ ദിവസമാണ്. വിവാഹ തീയതി എന്നെ അറിയിച്ചാൽ മതി. ഞാൻ പോയെന്ന് മോളോട് പറഞ്ഞേക്ക്. വരട്ടെ. നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അരുണേ. അതായിരിക്കും എല്ലാം അറിഞ്ഞ് നീ ആ സമയത്ത് തന്നെ കയറി വന്നത്. നീ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അതെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. മറ്റുള്ളവരുടെ മുന്നിലേ എനിക്കങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആൾക്കാരും എന്നെ ഒന്ന് കണ്ടിരിക്കട്ടെ. എപ്പോഴെങ്കിലും അവർക്കത് ഉപകാരപ്പെട്ടാലോ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്നെയും കൊണ്ടേ ഞാൻ പോകും. പിന്നെ ഇതൊന്നും കണ്ട് ഭയന്നു പോകുന്നവളല്ല ഈ സിത്താര. നീ എന്ത് ഭാവിച്ച ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊരു ഭാവവുമില്ല. ഞാൻ UK-ലെ വലിയ മോഹങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോവുമായിരുന്നു. എന്നെ അച്ഛനാണ് ഇങ്ങോട്ട് വരുത്തിയത്. അരുണുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. അതും അപ്പച്ചിയുടെ വാക്ക് കേട്ട്. നമ്മൾ തമ്മിലുള്ള വിവാഹം ആഗ്രഹിച്ചാ ഞാൻ വന്നത്. അപ്പോഴാ അറിയുന്നേ, ഏതോ ഒരു പെൺകുട്ടിയെ കണ്ട് അരുൺ മയങ്ങിപ്പോയിന്ന്. അരുണിന് ഇന്നലെ കണ്ട അവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ. ഇതൊക്കെ കണ്ടേ ഞാൻ തകർന്നു പോകുമെന്ന് ആരും കരുതണ്ട. തകർന്നു പോകാൻ ഇത് നിന്റെ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ. അരുൺ എന്തർത്ഥത്തിൽ എന്നോട് അങ്ങനെ പറഞ്ഞത്? നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ലേ സിതാരെ? അരുണേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇപ്പൊ കണ്ട പെണ്ണുമായുള്ള വിവാഹത്തിനെ എന്റെ അച്ഛനോ അപ്പച്ചിയോ അനുകൂലമായ നിലപാടിലല്ല ഇപ്പൊ ഉള്ളത്. പിന്നെ അരവിന്ദേട്ടനും അവരുടെ കൂടെ നിൽക്കും. നീ ഒറ്റയ്ക്കായിരിക്കും ഈ വിവാഹം നടത്താൻ പോകുന്നത്. ഇങ്ങനെ കൊത്തിത്തിരിപ്പുമായി നടക്കാതെ നീ നിന്റെ പണി നോക്ക്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായി.
ഞാൻ അവളെ വിവാഹം കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. നിന്നെ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. എനിക്കതിന് താല്പര്യമില്ല. അതാണ് അതിൻ്റെ സത്യം. നിനക്ക് യോജിക്കുന്ന ഒരാളെ കണ്ടെത്തി നീയും ജീവിക്കാൻ നോക്ക്. പ്രശ്നം തീർന്നില്ലേ? നമുക്കിടയിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ശരി, എങ്കിൽ നീ ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം ചെയ്ത് ജീവിക്കാൻ നോക്ക്. അല്ല, എന്താ നിന്നെ മോഹിപ്പിച്ചവളുടെ പേര്? പാർവതി. അല്ല, അവൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഓ, ടീച്ചറാണോ? അമ്പാടി കുടുംബത്തിലെ മരുമകള് വെറും ഗവൺമെന്റ് ടീച്ചർ. ഞാൻ കരുതി വല്ല സബ് കളക്ടറും ആയിരിക്കും. കാണാ അരുണേ, ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന്. നിനക്കേ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. ആ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറം നിനക്ക് പോവാൻ പറ്റില്ല. ഇത് പറയുന്നതേ സിത്താരയാണ്. അരുൺ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയതല്ല. മോളെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. അരുണിനെ എങ്ങനെ കുറ്റം പറയും? അച്ഛൻ അരുണിന്റെ മനസ്സ് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കയറി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവന്റെ നീക്കങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല മോളെ. ഞാനേ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഉടനെ മടങ്ങിപ്പോവും. ഞാൻ പോയാലേ എന്നെ പിന്നെ ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല. എന്റെ മോളെ, അങ്ങനെ ഒരു തീരുമാനമൊന്നും നീ ഇപ്പൊ എടുക്കരുത്. നീ കുറച്ച് വെയിറ്റ് ചെയ്യും. ഇനിയും വെയിറ്റ് ചെയ്യാനോ? അച്ഛൻ എന്നെ ഒരു പൊട്ടിപ്പെണ്ണാക്കുകയാണോ? അവരെല്ലാം ഇങ്ങോട്ട് വരികയും കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. വിവാഹ മുഹൂർത്തം മാത്രം നോക്കിയാൽ മതി. ആ, എന്നിട്ടാ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നേ. ഈ കല്യാണം ഒന്നിന്റെ ഒരു അവസാനമല്ല, ചിലതിന്റെയൊക്കെ തുടക്കമാണെന്ന് നീ കരുതടി മോളെ. ഈ കല്യാണം മുടക്കാൻ അച്ഛന് പറ്റുമോ? എങ്കിലച്ഛൻ പറ. കല്യാണം മുടക്കാൻ ഞാൻ മുമ്പോട്ട് വന്നാ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഹേമ നമുക്ക് അനുകൂലമായിട്ടാ നിൽക്കുന്നത്. ഞാൻ അവളെ കുറ്റം പറയില്ല. അവളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വന്നു. പക്ഷേ എന്തിനും എന്റെ കൂടെ അവളുണ്ട്. അരുണ് വീട് വിട്ട് പോകുന്നു പറഞ്ഞാ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോവാൻ പറയണം. എനിക്ക് കിട്ടാത്തത് എന്തിനും മറ്റൊരുത്തിക്ക് കിട്ടണം. ആ, എന്റെ മനോഭാവം അങ്ങനെയാ. ഈ വിവാഹം മുടക്കിയിട്ട് നീയുമായിട്ടുള്ള വിവാഹം നടത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. അരുൺ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. ഇപ്പൊ നിന്നോടുള്ള ഇരട്ടി അനിഷ്ടം അപ്പൊ കാണിക്കും. അല്ല, എന്താ ചെയ്യാൻ പോകുന്ന അച്ഛനൊന്ന് പറ. ആ, അച്ഛനൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അരുണിനെ സമ്മതിക്കില്ല. അച്ഛന് പറ്റില്ലെങ്കിൽ വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നീ ഇപ്പൊ മണ്ടത്തരമൊന്നും കാണിക്കരുത്. കാത്തിരിക്കണം അവസരത്തിന് വേണ്ടി. ഈ വിവാഹം ഒന്ന് കഴിയട്ടെ, നമുക്കതിനൊരു സാവകാശം കൊടുക്കാം. വിവാഹം കഴിഞ്ഞ ആ പെണ്ണ് അന്നേ ദിവസം അമ്പാടിയിൽ ഉണ്ടാവില്ല. അവൾക്ക് അവിടെ നിന്ന് പുറത്തേടേണ്ടി വരും. കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ട് എത്തിക്കാടി മോളെ. അരുണിന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. നിന്നെ ഒഴിവാക്കാൻ അവൻ ഇപ്പൊ കാണിക്കുന്ന ആവേശം മാത്രമേ ഉള്ളൂ. അവന്റെ ശരിക്കുള്ള സ്വഭാവവുമായി ചേർന്നു പോകാത്ത പെണ്ണാണ് അവളെങ്കിൽ അവൾ തന്നെ അവനെതിരെ തിരിയും. ആർക്കേക്ക് ഭാവി മരുമകനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഇപ്പോ മാന്യമായ ചെറുപ്പക്കാരൻ എന്ന ധാരണ മാത്രമേ ഉള്ളൂ. അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനെന്താ പറഞ്ഞു വരുന്നേ? അതെ മോളെ, എത്ര കേസുകളിൽ നിന്നാ മറ്റാരും അറിയാതെ അവനെ ഞാൻ ഊരിക്കൊണ്ടു വന്നതെന്ന് നിനക്കറിയോ? ഓ, എന്നിട്ടാണ് എന്നെ അച്ഛനെ അവൻ ചതിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഏമ മാത്രം ഓർത്തല്ല, അവനെ എനിക്ക് വേണമെന്നുള്ളതുകൊണ്ടാ. ആർക്കയുടെ ചെവിയിൽ ചില കാര്യങ്ങൾ എത്തിയ ആർക്കെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും.
എന്തിനാ വൈകുന്നേ? അച്ഛൻ അറിഞ്ഞ കാര്യങ്ങൾ വെൽവിഷർ ചമഞ്ഞങ്ങ് എത്തിച്ചു കൊടുക്ക്. ഭാവി മരുമകന്റെ സ്വഭാവം അറിയുമ്പോഴേ പെൺവീട്ടുകാര് അതിന്ന് തടിയൂരും. നീ എനിക്കതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ആർക്കേ അറിഞ്ഞാ ഞാൻ വഴിയാണെന്ന് അരുൺ അറിയും. നീ വന്നപ്പോ ഞാൻ അരുണിനെ സൂചിപ്പിച്ചു നിർത്തിയത് ഒന്നും മനസ്സിൽ കാണാതെയല്ല. അരുണിന്റെ കല്യാണം മുടങ്ങിയ പോരെ നമുക്കിപ്പോ? നിനക്കത് അറിയാത്തോണ്ടാ. അങ്ങനെ ഞാൻ ചെയ്താൽ അവൻ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നു പോകും. അവന്റെ ആഗ്രഹം നടത്തി കൊടുക്കണം. അവന്റെ വിവാഹം നടക്കണം. വിവാഹശേഷം മതി ബാക്കിയുള്ള നമ്മുടെ കരുനീക്കങ്ങൾ. അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഇത് കൈവിട്ട കളിയാ. അവനൊന്ന് കിട്ടിയത് നീ കുറവായിട്ട് കാണണ്ട. പിന്നെ നിന്റെ കയ്യിലിരിപ്പും അത്ര നല്ലതൊന്നുമില്ലല്ലോ. അതല്ല, കല്യാണം കഴിഞ്ഞ് ആ പെണ്ണ് നമ്പാട്ടേക്ക് വരട്ടെ. ഏറിയാൽ 1-2 മാസം അരുണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആർക്കയുടെയും ആ പെണ്ണിന്റെയും ചെവിയിലെത്തി തുടങ്ങും. പിന്നെ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ മോളോട് ഞാൻ പറയണ്ടല്ലോ. എങ്കി ഓക്കെ, എനിക്കത് മതി അച്ഛൻ. അരുണിനെതിരെ ആര് സംസാരിച്ചാലും അവനത് ഇഷ്ടപ്പെടില്ല. അവനെ ആര് ചോദ്യം ചെയ്യുന്നത് പോലും അവനിഷ്ടമല്ല. അതാ അവന്റെ ഒരു നേച്ചർ. അവര് തമ്മിൽ വഴക്കായ ഒരു പെണ്ണും അവിടെ നിൽക്കില്ല. അവനെ നമ്മൾ മാനസികമായി തകർക്കണം. എങ്കിൽ അവൻ നമ്മുടെ വഴിയെ വരും. ഞാൻ മനസ്സിൽ കാണുന്നതും അതൊക്കെ. അരുണിന്റെ വിവാഹം കഴിഞ്ഞാല് നീ ഇടയ്ക്ക് പോയി ഹേമയെ കാണണം. നിനക്ക് ആ വീട്ടിലുള്ള സ്ഥാനം വരുന്ന പെൺകുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ ഒരു ഏറ്റുമുട്ടലിന് പോവാനും പാടില്ല. ഇല്ല, എല്ലാ അച്ഛൻ പറയും പോലെ എനിക്ക് അരുണിനെ സ്വന്തമാക്കണം. അതെന്റെ വാശി മാത്രമാണ്. എന്നെ കൊള്ളരുതാത്തവളായി ചിത്രീകരിച്ച് തഴഞ്ഞവൻ എന്റെ പിന്നാലെ വരണം. 3 മാസം, അതിൽ കൂടുതൽ പോകില്ല അവന്റെ ദാമ്പത്യ ജീവിതം. അവൾ അവളുടെ വഴിക്ക് പോവും, പിന്നെ ഡിവോഴ്സ്. ആ സമയം മതി അരുണിന്റെ ഇപ്പോഴത്തെ വീര്യം കെട്ടടങ്ങാൻ. പിന്നെ അവൻ നമ്മുടെ വഴിക്ക് വരുമോളെ, അച്ഛൻ ഉറപ്പുണ്ട്.